മർക്കോസ് 10:13. അവൻ തൊടേണ്ടതിന് ചിലർ ശിശുക്കളെ അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. യേശുവിൻ്റെ കൈകളിൽ കൂടി നടക്കുന്ന അത്ഭുതങ്ങളും അടയാളങ്ങളും കാണുകയും യേശുവിൻ്റെ പഠിപ്പിക്കലുകൾ കേൾക്കുകയും ചെയ്ത ചില മാതാപിതാക്കൾ തങ്ങളുടെ കുഞ്ഞുങ്ങളെ യേശു കർത്താവ് തൊട്ടനുഗ്രഹിക്കേണ്ടതിന് കർത്താവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. ശിഷ്യന്മാരോ അവരെ ശാസിച്ചു. എന്നാൽ യേശു അത് കണ്ടിട്ട്, ശിശുക്കളെ എൻ്റെ അടുക്കൽ വരുവാൻ വിടുവിൻ, അവരെ തടുക്കരുത്, ദൈവരാജ്യം ഇങ്ങനെയുള്ളവരുടേതല്ലോ എന്ന് പറഞ്ഞു. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത് എന്ന് കർത്താവ് തൻ്റെ ഗിരിപ്രഭാഷണത്തിൽ പറഞ്ഞിട്ടുണ്ട്. ആത്മാവിൽ ദരിദ്രരായവർ കാപട്യമില്ലാത്ത നിഷ്കളങ്കമായ മനസ്സുമായി ദൈവസന്നിധിയിൽ ചെല്ലുന്ന എല്ലാവരെയും ദൈവം തൊട്ട് അനുഗ്രഹിക്കുകയും വിടുവിക്കുകയും ചെയ്യും. കുഞ്ഞുങ്ങൾ നിഷ്കളങ്കർ ആയതുകൊണ്ട് ദൈവിക വചനങ്ങളെ അപ്പാടെ സ്വീകരിക്കുവാൻ തയ്യാറാകും. അപ്രകാരം നാമും ആയിത്തീരുമ്പോൾ ദൈവം നമ്മെ തൊട്ട് അനുഗ്രഹിക്കുന്നു, വിടുവിക്കുന്നു. മത്തായി 8:3 ഒരു കുഷ്ഠരോഗി വന്ന് നിരാലംബനായി നിസ്സഹായനായി കർത്താവിനോട് മനസ്സ് തോന്നി എന്നെ വിടുവിക്കണമേ എന്ന് അപേക്ഷിച്ചു. അവനെ കർത്താവ് തൊട്ടു സൗഖ്യമാക്കി. കർത്താവ് തൊട്ടാൽ സൗഖ്യമുറപ്പാണ്. മാർക്കോസ് 8:23 ഒരു കുരുടനെ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്ന് അവനെ തൊടണമെന്ന് ചിലർ ആവശ്യപ്പെട്ടു. യേശു തൊട്ടു, സൗഖ്യവും പുതുജീവനും ലഭിച്ചു. അദ്ദേഹത്തിന് ജീവിതം അർത്ഥവത്തായി മാറി. മാർക്കോസ് 5:27 രക്തസ്രാവക്കാരി സ്ത്രീ യേശുവിൻ്റെ വസ്ത്രത്തിൽ തൊട്ടു, അവൾ സൗഖ്യമായി. 1 യോഹന്നാൻ 1:1 ഞങ്ങളുടെ കൈ തൊട്ട വചനത്തിന് ഞങ്ങൾ സാക്ഷികൾ എന്ന് പറഞ്ഞിരിക്കുന്നു. കർത്താവിനെ തൊട്ടതുകൊണ്ട് അവർ കർത്താവിൻ്റെ സാക്ഷികൾ ആയിത്തീരുവാൻ ഇടയായി തീർന്നു. നമുക്കിന്ന് പ്രഭാതത്തിൽ ഒരു ശിശുവിൻ്റെ നിഷ്കളങ്ക മനസ്സോടെ കർത്താവിനെ തൊടാം. നമ്മുടെ ജീവിതത്തിൽ അപ്രകാരം ചെയ്താൽ ദൈവം വലിയവ ചെയ്യുവാൻ ഇടയായിത്തീരും. കർത്താവ് നമ്മെ തൊടാനായി നമുക്ക് നമ്മെ തന്നെ ദൈവസന്നിധിയിൽ താഴ്ത്തി ഏൽപ്പിക്കാം. കർത്താവ് തൊട്ടാലും നമ്മൾ കർത്താവിനെ തൊട്ടാലും സൗഖ്യം ഉറപ്പാണ്. വിശ്വാസത്താൽ മുൻപോട്ട് പോകാം. പ്രാർത്ഥിക്കാം. പ്രിയപിതാവേ, അങ്ങ് ഞങ്ങളെ അങ്ങയുടെ ഹിതപ്രകാരം വിശ്വാസത്തിൽ തൊടുവാൻ സഹായിക്കണമേ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ. God bless us all.